പാലക്കാട് പുതുശ്ശേരിയിൽ കരോൾ സംഘത്തിനു നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട് പയ്യനടം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കരോൾ സംഘടിപ്പിച്ചു. വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് പുതുശ്ശേരിയില് ഒരു കരോൾ സംഘത്തിനെതിരെ RSS ആക്രമണം നടത്തി. അതിനൊരു പ്രതിഷേധമായിട്ടാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കരോൾ സംഘം ഇതാക്കിയിട്ടുള്ളത്. എല്ലാ പിന്തുണയും വേണം. RSS എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ആക്രമണങ്ങൾ നടത്തുകയാണ്, മതം ഇതൊക്കെ നോക്കിയിട്ട്. അപ്പൊ അതിനെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതുണ്ടായിരിക്കണേ. അപ്പൊ നിങ്ങളൊക്കെ എല്ലാവരുടെയും പിന്തുണ ഇതിന് വേണം. ശരി. നാടിന്റെ മതസൗഹാർദ്ദവും ആഘോഷങ്ങളും തകർക്കാൻ ശ്രമിക്കുന്ന അക്രമികൾക്കെതിരെ പാട്ടുപാടിയും താളമിട്ടുമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ആ പേരെ കൂടി വെള്ളപ്പാടത്ത് വെച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം ഉദ്ഘാടനം ചെയ്തു. ഭാഷ കൊണ്ട്, വേഷം കൊണ്ട്, ആചാരം കൊണ്ട്, അനുഷ്ഠാനങ്ങൾ കൊണ്ട്, ഭക്ഷണ രീതി കൊണ്ട്, തൊഴിലുകൾ കൊണ്ട്, കാലാവസ്ഥ കൊണ്ട് എല്ലാം വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന, അതിന് ഉതകുന്ന രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഇടപെടലാണ് ഇപ്പോൾ സംഘപരിവാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തോടോ ആചാരത്തോടോ അനുഷ്ഠാനത്തോടോ മമതയോ വിദ്വേഷമോ ഉള്ളവരല്ല. എല്ലാ മനുഷ്യർക്കും അവരവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ എല്ലാം അവരുടെ ഇഷ്ടാനുസരണം പിൻപറ്റാമെന്നും അതിൽ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന ഒരിക്കലും കൈകടത്താറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആചാരത്തിന്റെ എല്ലാം കാര്യം വരുമ്പോൾ ആളുകൾ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠിക്കുമ്പോൾ അത് ഈ നാട്ടിൽ പാടില്ല എന്ന് സംഘപരിവാറല്ല ആര് തിട്ടൂരം പുറപ്പെടുവിച്ചാലും അതിനെ അങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഡിവൈഎഫ്ഐ കാണില്ല. ഡിവൈഎഫ്ഐ എല്ലാ കാലത്തും അതിനനുസരിച്ചുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് സുതീഷ് വാളിയാടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി അൻഷാദ് സ്വാഗതം പറഞ്ഞു. പ്രതിഷേധ കരോളിൽ നിരവധി യുവജനങ്ങളും പ്രവർത്തകരും പങ്കുചേർന്നു. CCN മണ്ണാർക്കാട്.